ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റിക്കർ വീഡിയോയാണ്. നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കറിന് ഹാർട്ടിൻ്റെ സ്റ്റിക്കറാണ് അത്. ഹാർട്ട് സ്റ്റിക്കർ നമുക്ക് കിട്ടി. സ്റ്റിക്കറല്ല, ഹാർട്ടിൻ്റെ ഒരു പാടം. ടേപ്പ് നമ്മുടെ ഈ ടൈലിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിക്കണം. പിന്നെ അത് നമ്മൾ മേൽ കൂടെ ഒരു ടേപ്പും കൂടെ ഒട്ടിക്കണം. ഫസ്റ്റ് പുറകെ നടക്കാൻ പാടില്ലേ, ഞങ്ങളെ കാണിക്കാനുണ്ട്. അപ്പം ഞാൻ കഴിക്കാറുണ്ട്, അതുകൊണ്ട് വീഡിയോ അത് അത്രയ്ക്ക് ഫ്ലോപ്പായി പോയി. ഇത് ഞാൻ അടുത്ത നല്ല വീഡിയോ ഇടുമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇതാ സ്റ്റിക്കർ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ ഇതുപോലത്തെ സ്റ്റിക്കറല്ല, ഇതിൻ്റെ പുറകിൽ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഒട്ടിക്കണം. ഫ്രണ്ടിൻ്റെ ഇച്ചിരി മൂലയ്ക്ക് നമ്മൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഹാർട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ വേണ്ടത് നമ്മൾ ആ ഒരു വീഡിയോ കൂടി ഇട്ടിട്ട് അൺബോക്സിങ് ഇടുവേ. എല്ലാം കൂടെ ഒന്നാണ് ഇതുപോലത്തെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം ഇതുപോലത്തെ ഒരു പെട്ടിയാണ്. ഞാൻ ഇത് കളർ ചെയ്തെടുത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ചെയ്തെടുത്താണ്. ഇതുപോലത്തെ പെട്ടിയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. നല്ല രസമായിരിക്കും കാണാൻ. നിങ്ങൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് അത് കാണാം. അപ്പം നമ്മൾ ഈ പെട്ടി എടുത്തിട്ട് പെട്ടി നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് നമ്മുടെ സ്കെച്ച് പെൻസിൽസ് അങ്ങനെ കുറേ സാധനം നോക്കിയിട്ട് അതിനകത്ത് ഇത് എനിക്കറിയത്തുള്ളൂ ഗൈസ്, വേറെ ഒന്നും റബ്ബർ ബാൻഡ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാൻ. ഇത് കളർ ചെയ്തെടുത്ത് ഇങ്ങനത്തെ പെട്ടി എടുത്തിട്ട് കളർ ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഈ പേപ്പർ എടുത്തിട്ട് തന്നെ മറ്റേ കാര്യം നമ്മൾ അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കവർ ഇങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ല, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്കിത് പടങ്ങൾ വരച്ചെടുക്കാം, ഡ്രോയിങ്സ് ചെയ്യാം. നമുക്ക് ഡ്രോയിങ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ തീരും. ഇത്രയൊക്കെ പോരെ, രാത്രിയല്ലേ. അപ്പം നമുക്ക് അത് ചെയ്യാം. പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഒരു പെണ്ണുങ്ങളുടെ സിമ്പിൾ നമുക്കിനും ചെയ്യാം. ഫസ്റ്റ് തന്നെ പേജ് വന്നിട്ടുള്ള എന്താ ചെയ്യാനുള്ള ഇത് കണ്ടുപിടിക്കണം. നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അതിന് പുറകിൽ എന്താണ്ട് ഇതിപ്പോൾ കളറടിക്കണം. അത്രയേ ഉള്ളൂ. ഞാനിത് വൈറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. വെസ്റ്റേൺ ക്രയോണുള്ളതാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു
പേപ്പർ കീറുമൊന്നുമല്ല, നമുക്ക് അല്ലാതെ തന്നെ വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് ഇത് അടപ്പ് പിങ്കാണ്, ഞാൻ ശരിക്കും ബ്ലാക്കാണ്. നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് വരച്ചെടുക്കാം. നമുക്കൊരു പെണ്ണിനെ വരയ്ക്കണ്ടേ. ഫസ്റ്റ് നമുക്ക് പാറക്കുട്ടിയുടെ ഇങ്ങനെ പാറക്കുട്ടിയുടെ ഒരു ഇത് ഉണ്ട്, അത് നോക്കി അവിടെ മുടി തല എല്ലാം വരച്ചെടുക്കാം. ഫസ്റ്റാണ് നമുക്ക് പാറക്കുട്ടി എങ്ങനെയായിരുന്നു എനിക്ക് ഒരു ഓർമ്മയില്ല, കാണാൻ വരച്ചെടുക്കാം. നമുക്ക് മുടി പെണ്ണുങ്ങളുടെ പോലത്തെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇപ്പം എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഇതുപോലെ മുടി കറക്റ്റാണ്. ഇല്ല, ഐബ്രോ അറിയാവുന്ന പോലെ നമ്മൾ കളർ അടിച്ചിട്ട് പൊട്ട് നമ്മൾ വരച്ച് ഇതിൻ്റെ ചെടിയോ പാർക്കുട്ടിയെ തലച്ചെടിയായി പോയി 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 പോയി. പാറക്കുട്ടിയെ വരയ്ക്കാൻ ഒരു ടാസ്ക് തല അവിടെ തല വരച്ചിട്ടുണ്ട്. നമ്മൾ മുടി എനിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. മുടിയും കൂടെ സെറ്റാക്കി നമ്മൾ. പിന്നെ നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോ, കണ്ണ്, കാണുന്നത് ആദ്യം എടുത്തിയതായിരുന്നു. പൊട്ടും ചന്ദനം കൂടി ഇട്ട് കൊടുക്കാം. പാർക്കുട്ടി ആയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എനിക്ക് പാർക്കുട്ടിയാണോ അതുപോലെ പിശാസമാണോ ഒന്നും അറിയത്തില്ല. ഞാൻ കളറുകൂട്ടി വരച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഒരു ലൈക്ക് മാത്രം മതി എനിക്ക്. നടിക്ക് ലാസ്റ്റ് പെരുകം കുറട്ടോന്ന് സംശയം. കരുത്ത് വരച്ചിട്ട് പാർക്കുട്ടിയാണോന്ന് എനിക്ക് സംശയം. രക്ഷയും സമ്മിൻ്റെ ഒരു അറിയുന്നില്ല. എനിക്ക് ഭയങ്കര പാടായത്. നമുക്കിത് വരയ്ക്കാനും പറ്റത്തില്ല, ഒരു കൊണ്ടുപോകാൻ പറ്റത്തില്ല.
എനിക്ക് വരച്ചെടുക്കാം. നമുക്ക് കീറി കളയാൻ പേപ്പർ ഒടും കൊള്ളത്തില്ല. ലാസ്റ്റ് ലുക്ക് ഇട്ടാണ് നോർമൽ വെട്ടിയത് വെട്ടാണ്. ശരിക്കുള്ള പാറക്കുട്ടി. എനിക്ക് തോന്നുന്നില്ല ഇത് പാറക്കുട്ടിയാണല്ലോ, വിശ്വാസമാണ്. നമുക്ക് എന്തായാലും ഇത് കീറി കളയാം. വലിയ ഇത് കൊള്ളത്തില്ല കാഴ്ച, അതാണ് കീറി കളയുന്നത്. ഈ പേപ്പർ വേണോ? ഹാർട്ടിൻ്റെ ക്രിൻഡസോയ്ക്കകത്തുനിന്ന് കിട്ടിയതാണ് നമുക്ക് ഒരു ടോയ്, ഒരു പെണ്ണിൻ്റെ ടോയ്. ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യും. എനിക്കിതിന് പെണ്ണിൻ്റെ പേരാണ്. ഞാൻ ഇതിന് കാർട്ടൂണിൽ കണ്ടിട്ടില്ല. അതാ പെണ്ണുങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ കാർട്ടൂൺ കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. ഈ പെണ്ണാണ്. അതാണ് ഇങ്ങനെ എനിക്ക് ഈ പെണ്ണിനെ കണ്ടത്. ഫോട്ടോ എടുക്ക്. നമ്മൾ ഇത് നോട്ട് വെക്കുക. വെച്ച് നമുക്ക് പടവും വരയ്ക്കാൻ അറിയാത്തോണ്ട് ഇതൊക്കെ കാണിച്ച് വെക്കട്ടെ. എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. പേന, പെൻസിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് എഫക്റ്റ് വരത്തില്ല എൻ്റെ പടത്തിന്. ഒന്നുകൂടെ വരയ്ക്കാം, എന്തെങ്കിലും നോക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാം. ആട്ടുവശ പക്ഷികളായി നമുക്കൊരു സാധനം വരയ്ക്കാം. ടേപ്പ് ഉണ്ടാക്കുക. ടേപ്പ് ഫസ്റ്റ് നമ്മൾ ഒരു വട്ടം ആ ടേപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് വരച്ച് കൊടുക്കുക. നല്ലൊരു ക്ലിയർ വട്ടം വരച്ചെടുത്തു. നമുക്ക് ഇതുപോലത്തെ ഒരു വട്ടം കിട്ടിയിട്ടുണ്ട്. ഈ വട്ടത്തിനകത്താണ് നമ്മുടെ മീൻ തരം. ഇതിലൊക്കെ സാധിക്കുമെന്ന് അറിയത്തില്ല. വാ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ വരയ്ക്കുന്നത്? ഒരു വീട് വരയ്ക്കാം. വീടാണ് ഇപ്പോൾ എല്ലാം അമ്പലവും ആവുമെന്ന് എനിക്കറിയത്തില്ല. തോന്നില്ല ഇത് വീടാവുമെന്ന്. ഒരു അമ്പർലായി എന്തോ സൂര്യൻ വരയ്ക്കാം. നമുക്ക് സൂര്യൻ നല്ലതായിട്ടൊന്ന് സൂര്യൻ്റെ ആ സാധനം വരച്ചിട്ട് അപ്പോൾ പിന്നെ സൂര്യൻ എന്നെ വീടാ എന്തൊക്കെയാവുമെന്നോട് അറിയത്തില്ല. ഞാനൊരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്കെച്ചാണ് നമ്മുടെ കുളിക്കുമ്പോൾ എന്തോ ലൈറ്റ് മിന്നിക്കത്തി കളർ അടിക്കണം. അത് മെയിൻ ടാസ്ക്. പിങ്ക് വീടാക്കാൻ നമുക്ക്. സൂര്യൻ ഇനി എന്താക്കും? പിങ്ക് കളപ്പെടുക്കുക. രാവിലെ എണീക്കുമ്പോൾ പിങ്ക് വീടൊക്കെ ആവുമെന്തോ ദൈവത്തിനറിയാം. ഇതൊക്കെയോ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് മെയിനായിട്ട് അടിക്കാം.
ഇനി കാണിക്കണം. വേണ്ട കാണിക്കണ്ട. ഇതാരും കൂടെ ചെയ്യാവായിരുന്നു. ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ശരി ഇത്രയാണ്. അടുത്ത വീഡിയോ ഞാൻ അൺബോക്സിങ് വീഡിയോ ഞാൻ പിന്നിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.